നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡുകൾക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് മസ്റ്ററിംഗ് എന്ന് പറയുന്ന സംവിധാനം ഈ വർഷം മുതൽ നടപ്പിലാക്കാൻ പോവുകയാണ്. റേഷൻ കാർഡുകളും ആധാറുമൊക്കെ ആയിട്ട് നമ്മൾ സർക്കാർ പറയുന്ന പ്രദേശങ്ങളിലേക്ക്, അത് പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, റേഷൻ കടകളാണെങ്കിൽ റേഷൻ കാർഡ്, അല്ലെങ്കിൽ താലൂക്ക് ഓഫീസുകളിലേക്ക് നമ്മൾ ചെല്ലേണ്ടതായിട്ട് വരും. റേഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്നും അതോടൊപ്പം തന്നെ അർഹമായ കാർഡ് വിഭാഗത്തിൽ തന്നെയാണ്, അതായത് മുൻഗണനയുള്ള വിഭാഗത്തിൽ തന്നെയാണ് റേഷൻ കാർഡ് ഉടമ ഉൾപ്പെടുന്നത് എന്നും ഇത് കൃത്യമായിട്ട് ആ വ്യക്തിക്ക് തന്നെയാണ് ആനുകൂല്യം ലഭിക്കുന്നത് എന്നൊക്കെയുള്ള സ്ഥിരീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കടന്നിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് KYC മസ്റ്ററിംഗ് ആണ് നടത്തപ്പെടുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ 36 ലക്ഷത്തോളം വരുന്ന BPL റേഷൻ കാർഡ്, അതോടൊപ്പം തന്നെ 6 ലക്ഷത്തോളം വരുന്ന AY റേഷൻ കാർഡ്, ഈ റേഷൻ കാർഡിൻ്റെ കാർഡ് ഉടമയോ അല്ലെങ്കിൽ കാർഡുമായി ബന്ധപ്പെട്ടയാളോ നിലവിൽ നേരിട്ടെത്തി വേണം ഇത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി. ഇലക്ട്രോണിക് KYC എന്ന് പറയുമ്പോൾ ആധാറിൻ്റെ കോപ്പിയുമായിട്ട് എത്തിച്ചേർന്ന് വേണം സ്ഥിരീകരിക്കാനായിട്ട്. അതിനുവേണ്ടി സംവിധാനം ഒരുക്കും. പ്രത്യേക സംവിധാനങ്ങൾ മാർച്ച് മാസം തന്നെ ക്രമീകരിക്കുകയും ചെയ്യും. മാർച്ച് മാസം 18 മുൻപ് ഇത് പൂർത്തീകരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ റേഷൻ കടകൾ വഴി റേഷൻ വ്യാപാരികൾക്ക് കൃത്യമായിട്ട് പരിശീലനം നൽകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എളുപ്പമാണ്. ബുദ്ധിമുട്ടുകൾ, അതായത് യാത്രാക്ലേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലൂടെ ഒഴിവാക്കാൻ സാധിക്കും. റേഷൻ കടയിലേക്ക് എത്തിച്ചേർന്നാൽ മതിയാകും. പോസ്റ്റ് മെഷീനിൽ ആധാറുമായിട്ട് ബന്ധപ്പെട്ട് ആധാർ രേഖകളെല്ലാം സമർപ്പിച്ച് കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ വഴി KYC മസ്റ്ററിങ് പൂർത്തീകരിക്കാൻ സാധിക്കും. ഇത് പൂർത്തീകരിക്കാത്ത റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ തടയുകയും അതോടൊപ്പം തന്നെ ഇത്തരം റേഷൻ കാർഡുകളെ കരിമ്പട്ടികയിൽപ്പെടുത്തി ഇവരെ അന്വേഷണ വിധേയമാക്കുകയും ചെയ്യും. അർഹമായിട്ടാണ് ആനുകൂല്യം വാങ്ങിയിരുന്നത് എന്ന് കണ്ടാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിയമ നടപടികളുണ്ടാകും. അതോടൊപ്പം തന്നെ പിഴ അടയ്ക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ ഇത്തരം വലിയൊരു നടപടിയിലേക്കാണ് സംസ്ഥാന സർക്കാർ പ്രവേശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ BPL AY റേഷൻ കാർഡുകൾക്കാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് ഇത്തരം റേഷൻ കാർഡുള്ളവരാണ് ഈ ബയോമെട്രിക് മസ്റ്ററിംഗ് രീതിയിലേക്ക് എത്തിച്ചേരേണ്ടത്. റേഷൻ കാർഡിലെ എല്ലാവരും എത്തിച്ചേരണമെന്നില്ല. റേഷൻ കാർഡിൽ പേരുള്ള ഒരു വ്യക്തി എത്തിച്ചേർന്ന ഇത് സ്ഥിരീകരിച്ചാൽ മതിയാകും. എന്നാൽ എല്ലാവരും എത്തണോ എന്ന കാര്യങ്ങളിൽ നിലവിൽ സ്ഥിരീകരണമൊന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് മാർച്ച് മാസം 15, 16, 17 തീയതികളിൽ പ്രത്യേക ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അത് റേഷൻ കടയിലാവാം, അല്ലെങ്കിൽ താലൂക്ക് തലത്തിലൊക്കെ ക്യാമ്പയിനുകളാണ് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ റേഷൻ കടയിലാണ് ഈ ക്യാമ്പയിൻ ഉള്ളത് എങ്കിൽ അവിടെ എത്തി ഇത് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഇനി അവിടെ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എങ്കിൽ താലൂക്ക് തലത്തിൽ ചെല്ലേണ്ടത് വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. BPL AY റേഷൻ കാർഡുകളെ ബാധിക്കുന്ന ഒരു പ്രധാന അറിയിപ്പാണിത്. ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പാനീൻ്റെ Facebook, YouTube പേജുകൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.